Hello friends and welcome back to your channel House to Home. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പെപ്പർ ചിക്കൻ റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു ഫ്രഷ് മസാല പൗഡർ റെഡിയാക്കി എടുക്കാം. ഒരു പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഹോൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പറാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നല്ല ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം നല്ല പൗഡറായിട്ടും ചേർക്കാമെന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത് ചേർക്കുമ്പം അതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നല്ലപോലെ നമുക്ക് 2 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല റോസ്റ്റ് ആയതിനു ശേഷം ഇതിനെ തണുപ്പിച്ചിട്ട് നമുക്കൊരു മിക്സി ജാറിലിട്ട് ഇതിനെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് മാറ്റി വെക്കാം. അപ്പോൾ അതേ പാനിൽ തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്കൊരു 2 ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ഗ്രാമ്പ്, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഇതിലേക്ക് നമ്മൾ എരിവെന്ന് പറയുന്നത് പെപ്പറാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നതാണ്. അപ്പം ഞാൻ പറയുന്നതെല്ലാം 1/2 കിലോ ചിക്കൻ്റെ അളവാണ്. അപ്പം റോസ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് നമുക്ക് സ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നല്ലപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തതാണ്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റായിട്ടും ചേർക്കാമെന്നുള്ളതാണ്. ഇനി ഒരു സവാള, നല്ല വലിയ സവാള നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ലപോലെ നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. സവാള നല്ല ബ്രൗൺ ആവണം. ഈ റെസിപ്പിക്ക് ആവശ്യമുള്ള ഉപ്പും ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ നമുക്ക് റോസ്റ്റായി കിട്ടും. സവാള നല്ല ബ്രൗൺ ആയതിനു ശേഷം ഇതിലേക്ക് ഞാൻ 1/2 കിലോ കഴുകി മാറ്റി വെച്ചിരുന്ന ചിക്കൻ പീസസ് ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ചിക്കൻ്റെ പീസസ് എന്ന് പറയുന്നത് അധികം വലിപ്പത്തിലുള്ള പീസസ് ആവാൻ പാടില്ല, തീരെ ചെറുതായിട്ട് ഉണ്ടാവാൻ പാടില്ല, മീഡിയം സൈസ് പീസസ് ആയിരിക്കണം. അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏതാണ്ട് ഒരു 20 മിനിറ്റ് വേണ്ടി വരത്തുള്ളൂ ഈ റെസിപ്പി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ ചേർത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന ഫ്രഷ് മസാല ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ ഈ ചിക്കൻ നിങ്ങൾ കുക്കായിക്കോളും. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്താൽ മതി, വെള്ളം ഒഴിക്കണ്ട. അപ്പം ഒരു 5 മിനിറ്റ് ആയപ്പം തന്നെ നമുക്ക് കാണാം ഈ ചിക്കനിൽ നിന്ന് ഇങ്ങനെ അധികം വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ ഈ ചിക്കൻ കുക്കാവാനുള്ള ആവശ്യമുള്ള വെള്ളമാണ്. ഒരു 15 മിനിറ്റ് ആവുമ്പം തന്നെ ചിക്കൻ നല്ലപോലെ അങ്ങ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. പക്ഷെ നല്ല ഡ്രൈ ആയിരിക്കണം എന്ന് വേണമെങ്കിൽ, പെർഫെക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യണം. അപ്പോൾ നല്ലപോലെ ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി ചിക്കനെല്ലാം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി കരിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. കരിവേപ്പില ചേർത്തതിന് ശേഷം ഒരു 1 മിനിറ്റും കൂടെ സോട്ട് ചെയ്തെടുക്കാം. അപ്പം ആ കരിവേപ്പിലയുടെ ഫ്ലേവറും കൂടെ ആ ചിക്കനിൽ അങ്ങ് പിടിച്ച് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള ഒരു പെപ്പർ ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണ്. എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങളെ റിവ്യൂസ്, കമൻറ്റ്സ് എന്തുണ്ടെങ്കിലും താഴെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞോളൂ. അപ്പോൾ വീണ്ടും ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള വേറെ ഏതെങ്കിലും എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹൗസ് ടു ഹോം.